നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. സൈനികമായി കരുത്തു കുറഞ്ഞ രാജ്യങ്ങളെ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കുന്നത് പതിവാണ്. അത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ശ്രമിക്കുന്നത് സ്വയം പര്യാപ്തത നേടാനാണ്. ശത്രു രാജ്യങ്ങളെ നേരിടാൻ അവർ സ്വയം സജ്ജമാകുന്നു. യുദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും സ്വയം ശക്തമായ പ്രതിരോധം തീർക്കുകയെന്നത് തന്നെയാണ്. മിക്ക ലോക ശക്തികൾക്കും അവരുടേതായ മികവേറിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതിൽ ഇന്ത്യയും ബഹുദൂരം മുന്നിൽ വന്നു കഴിഞ്ഞു. ശത്രുവിന്റെ വ്യോമ നാവിക കര ആക്രമണങ്ങളെ അതേസമയം തകർത്ത് തരിപ്പണമാക്കാനാവും ഈ കിടിലൻ സംവിധാനങ്ങൾക്ക്. സ്വയം സുരക്ഷിതരാകുന്നതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങൾ സൃഷ്ടിച്ച അത്തരം ചില പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാം മലയാളി വാർത്ത ഫോക്കസിലൂടെ. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇന്ത്യയുടെ ശക്തമായ മിസൈൽ പ്രതിരോധ മാർഗമാണ് ആകാശ്. ദുർബലമായ പ്രദേശങ്ങളെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ആകാശിന് കൂട്ടമായോ അല്ലെങ്കിൽ സ്വയം രീതിയിലോ ഒരേ സമയം ഒന്നിലധികം ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും. മുഴുവൻ ആയുധ സംവിധാനവും മൊബൈൽ പ്ലാറ്റ്ഫോമുകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഉപരിതലത്തിൽ നിന്നും വായുവിലേക്ക് തൊടുത്തുവിടാൻ കഴിയുന്ന ഈ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയാണ്. 25 കിലോമീറ്റർ സഞ്ചരിച്ച ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന ഇത് 2014 ഇന്ത്യൻ വ്യോമസേനയിലും 2015 കരസേനയിലും ഉപയോഗിച്ചിരുന്നു. ഇന്ന് വളരെയധികം ശ്രദ്ധ നേടിയ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ഹ്രസ്വദൂര പരിധിക്കുള്ളിലെ റോക്കറ്റുകളെ തകർക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റങ്ങളും സംയുക്തമായി രൂപകൽപ്പന ചെയ്തതാണിത്. 70 കിലോമീറ്റർ വരെ ദൂരമുള്ള റോക്കറ്റുകൾ ഇല്ലാതാക്കുന്ന ഇത് ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന റഡാറുകൾക്ക് മിസൈലുകൾ പോലുള്ള വ്യോമാക്രമണ ആയുധങ്ങളെ പിന്തുടരാനും നശിപ്പിക്കാനും കഴിയുന്നു. അയൺ ഡോം സംവിധാനം ഇതുവരെ ആയിരക്കണക്കിന് റോക്കറ്റുകളെ തടഞ്ഞുവെന്നും അതിന്റെ വിജയനിരക്ക് 90% കവിയുന്നുവെന്നുമാണ് റഫാൽ പറയുന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് റഷ്യയുടെ S-400 ട്രയംഫ്. റഷ്യയുടെ അൽമാ സെൻട്രൽ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണിത്. 380 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലെത്തുന്ന ബോംബുകൾ, ജെറ്റുകൾ, ചാര വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയെ തകർത്ത് തരിപ്പണമാക്കാൻ ഇതിന് കഴിയും. റഡാർ സംവിധാനം, മിസൈൽ സാങ്കേതിക വിദ്യ എന്നിവ സംയോജിപ്പിച്ച് നിർമ്മിച്ച ഇത് പ്രതിരോധത്തിന് മാത്രമല്ല പ്രത്യാക്രമണത്തിനും ഉപയോഗിക്കുന്നു. S-400 പ്രതിരോധ സംവിധാനത്തിന് 3 തരം മിസൈലുകൾ ഉപയോഗിച്ച് സംരക്ഷണ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും. ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനം അധികം താമസിക്കാതെ ഇന്ത്യയിൽ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വർഷം അവസാനം ഇരു രാജ്യങ്ങളും കൈമാറ്റം കരാറിൽ ഏർപ്പെടും. ഇസ്രായേൽ മിസൈൽ പ്രതിരോധ ഓർഗനൈസേഷനും US പ്രതിരോധ വകുപ്പിന്റെ മിസൈൽ പ്രതിരോധ ഏജൻസിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഡേവിഡ് സ്ലിംഗ്. 2017 ഏപ്രിലാണ് ഇത് പ്രവർത്തനക്ഷമമായത്. ഇതിൽ ഒരു സജീവ ഇലക്ട്രോണിക് നിരീക്ഷണ ശ്രേണിയും മൾട്ടി മിഷൻ റഡാറും ഉൾപ്പെടുന്നു. എതിരെ വരുന്ന അപകടം തിരിച്ചറിയുന്നതിനും അതിനെ തടസ്സപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ശത്രു വിമാനങ്ങൾ, ഡ്രോണുകൾ, തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ, ഇടത്തരം മുതലുള്ള ദീർഘദൂര റോക്കറ്റുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവ തടയാൻ രൂപകൽപ്പന ചെയ്തതാണിത്. റഷ്യയുടെ ഒരു ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-300VM. ആയുധ വ്യവസായത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ അൽമാ സെൻട്രി രൂപകൽപ്പന ചെയ്ത ഒരു ദീർഘദൂര മൾട്ടി ചാനൽ പ്രതിരോധ സംവിധാനമാണിത്. 200 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഹ്രസ്വ ഇടത്തരം ബാലിസ്റ്റിക് മിസൈൽ, റഡാർ നിരീക്ഷണവും മാർഗനിർദ്ദേശ വിമാനങ്ങളും, രഹസ്യാന്വേഷണ ആക്രമണ സംവിധാനങ്ങൾ, പെട്രോളിംഗ് ജാമിംഗ് സ്റ്റേഷനുകൾ, ആളില്ലാ ആകാശ വാഹനങ്ങൾ, തന്ത്രപരമായ എയർ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവയെയും നശിപ്പിക്കാൻ ഈ സംവിധാനം പ്രാപ്തമാണ്. വെനസ്വേല, തുർക്കി, സൗദി അറേബ്യ എന്നിവിടങ്ങളിലും ഈ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, നൂതന വിമാനങ്ങൾ എന്നിവയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് പാട്രിയറ്റ്. ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് തൊടുത്തുവിടുന്ന ഒന്നാണിത്. മിസൈലിന് 70 കിലോമീറ്റർ ദൂരവും പരമാവധി 24 കിലോമീറ്ററിൽ കൂടുതൽ ഉയരവുമുണ്ട്. ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന ഇത് അമേരിക്കൻ സൈന്യവും നിരവധി അനുബന്ധ രാജ്യങ്ങളിലെ പട്ടാളവും ഉപയോഗിക്കുന്നു. US പ്രതിരോധ കരാറുകാരായ റേഥയോണാണ് ഇത് നിർമ്മിക്കുന്നത്. ഒരു നൂതന ഏരിയൽ ഇന്റർസെപ്റ്റർ മിസൈലും ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള റഡാർ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പാട്രിയറ്റ്. റഷ്യൻ S-300 തുല്യമായ ചൈനീസ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ഹോങ്ക്വി 9 അഥവാ HQ-9.
വിവിധ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, UAVകൾ, ക്രൂയിസ് മിസൈലുകൾ, എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ, ഗ്രനേഡ് ബോംബുകൾ, തിയേറ്റർ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ നിഷ്പ്രഭമാക്കാൻ ഇതിന് കഴിയും. ചൈന പ്രിസിഷൻ മിഷനറി ഇറക്കുമതി കയറ്റുമതി കോർപ്പറേഷനാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഈ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനം 1997 അംഗീകരിച്ചതായാണ് റിപ്പോർട്ട്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായതിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈനിക പരേഡിനിടെയാണ് ഈ സംവിധാനം ആദ്യമായി പൊതുജനങ്ങൾക്കായി അനാവരണം ചെയ്തത്. അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ വേദ സംവിധാനമാണ് താഡ്. തന്ത്രപരമായ തിയേറ്റർ ബാലിസ്റ്റിക് മിസൈലുകളെ 200 കിലോമീറ്റർ പരിധിക്കുള്ളിൽ കണ്ടെത്തി നിഷ്പ്രഭമാക്കാൻ ഇതിന് കഴിയും. സോഫ്റ്റ്വെയറുകൾ വഴിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. അതിലെ റഡാറുകളുടെ സഹായത്തോടെയാണ് ശത്രു മിസൈലുകളുടെ ഗതിയും ലക്ഷ്യസ്ഥാനവും തിരിച്ചറിയുന്നത്. നീണ്ട 10 വർഷത്തെ അധ്വാനത്തിനൊടുവിലാണ് അമേരിക്ക ഇത് വികസിപ്പിച്ചെടുത്തത്. തിയേറ്റർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നും ഇത് അറിയപ്പെടുന്നു. 1991 ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിലെ സ്കഡ് മിസൈൽ ആക്രമണത്തിന്റെ അനുഭവത്തിന് ശേഷമാണ് അമേരിക്ക താഡ് വികസിപ്പിച്ചെടുത്തത്. ഗ്വാം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇസ്രായേൽ, റൊമാനിയ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലും താഡ് വിന്യസിച്ചിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിലെ കര അടിസ്ഥാനമാക്കിയ പ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അസ്ഥി-30 സ്റ്റാമ്പ് ബാർ-T. തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, കോമ്പാക്ട് എയർക്രാഫ്റ്റ്, ആളില്ല ആകാശവാഹിനികൾ എന്നിവ പോലുള്ള അതിവേഗ ഭീഷണികൾക്കെതിരെയുള്ള ഫലപ്രദമായ പ്രതിരോധമാണിത്. MBDA മിസൈൽ സിസ്റ്റംസ്, തേജസ് എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള യൂറോസമാണ് ഈ മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ആസ്റ്റർ 15 ഉൾപ്പെടുന്ന ആസ്റ്റർ മിസൈൽ കുടുംബത്തിന്റെ ഭാഗമാണിത്. ഫ്രഞ്ച് സൈന്യം, ഫ്രഞ്ച് വ്യോമസേന, ഇറ്റാലിയൻ ആർമി, റിപ്പബ്ലിക് ഓഫ് എന്നിവരുൾപ്പെടെ നിരവധി വ്യോമ നാവികസേന ഇത് ഉപയോഗിക്കുന്നു. വിവിധ വ്യോമാക്രമണങ്ങൾക്ക് നേരെ 360 ഡിഗ്രി പ്രതിരോധ സൃഷ്ടിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ബരാക് 8 എന്ന സ്പേസ് ടു എയർ. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന സംഘവും ഇസ്രായേലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് വെപ്പൺസ് ആൻഡ് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, റഫാൽ, എൽട്ട സിസ്റ്റംസ് തുടങ്ങിയ നിരവധി കമ്പനികൾ ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് കാലാവസ്ഥയിലും രാവും പകലും ഒരേ സമയം ഒന്നിലധികം ശത്രു ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ബരാക് 8 കഴിയും. അത്യാധുനിക ബഹുദൗത്യ റഡാർ, ശക്തമായ നിയന്ത്രണ സംവിധാനം, 2-വേ ഡാറ്റ ലിങ്ക് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ സംവിധാനം. നിലവിൽ ബരാക് 8 ഒരു വകഭേദം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഫോക്കസ്.